കണ്ണൂർ വിളക്കന്നൂരിലെ 51 മുസ്ലിം ലീഗ് പ്രവർത്തകർ സിപിഎമ്മിലേക്ക്. യൂത്ത് ലീഗ് മുൻ ജില്ലാ പ്രസിഡന്റ് മൂസാനൻകുട്ടി നടുവിൽ അടക്കമുള്ളവരാണ് ലീഗ് വിട്ടത്. കണ്ണൂർ നടുവിൽ വിളക്കന്നൂരിലെ 51 യൂത്ത് ലീഗ് പ്രവർത്തകരാണ് സിപിഐഎമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. പുറത്തിയിൽ പള്ളി കമ്മിറ്റി പണാപഹരണ കേസിൽ മുസ്ലിം ലീഗ് നേതാവ് താഹിർ പ്രതിയാവുകയും ജയിലിൽ നിന്ന് പുറത്തുവന്ന നേതാവിനെ പച്ചമാലയിട്ട് നേതൃത്വം സ്വീകരിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച യൂത്ത് ലീഗ് മുൻ ജില്ലാ പ്രസിഡന്റ് മൂസാൻകുട്ടി നടുവിൽ യൂത്ത് ലീഗ് നേതാവ് പി ജമാൽ അടക്കമുള്ള 51 പേരാണ് ലീഗ് വിട്ടത്. അഴിമതി വിവാദമായിട്ടും അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് വിട്ടവർ സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി പി ജെ രാജനെ വന്നു കണ്ടു. നേതാക്കളും അണികളും സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു. 2,15,00,000 രൂപയുടെ അഴിമതി നടന്നുവെന്ന് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. അതിനെതിരെ പാർട്ടിയെടുത്ത നടപടി ശക്തമായ താക്കീതായിരുന്നു. അപ്പോൾ മുസ്ലിം ലീഗിൽ ഇത് അഴിമതി നടത്തിയ ആളുകൾക്ക് എതിരെ എടുത്ത നടപടി താക്കീതും സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യലുമായി ഒതുക്കിയപ്പോൾ ഇത് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒരു അപരാധം ചെയ്തതിന്റെ പേരിൽ എന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയത്. ജൂലൈ 27, 28 തീയതികളിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കം പങ്കെടുത്ത് സ്വീകരണ പരിപാടിയൊരുക്കും. ഈ തരത്തിൽ നിരവധി ആളുകളാണിപ്പോ സിപിഎമ്മിന്റെ രാഷ്ട്രീയമാണ് ശരി എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. സിപിഎമ്മിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകൾ രാജിവെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 27-ന് കണ്ണൂരിൽ വെച്ച് ഒരു വലിയ സ്വീകരണ പരിപാടി നൽകണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ആ സ്വീകരണ പരിപാടി സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരിയാണ് ഉദ്ഘാടനം ചെയ്യുക. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.